ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് നമ്മളൊന്നിലെ ഫസ്റ്റ് പാഠം താങ്ങും തണലും എന്ന പാഠത്തിലെ 2 പാഠങ്ങളുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുട്ടമാനും കൊട്ടാരവും, വേദന, ആശംസ, ഈ 3 പാഠങ്ങളുടെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പാഠം 2ാമത്തെ പാഠം ചെടിക്ക് മുന്ത് കൊണ്ടത്. അതിലെ ഫസ്റ്റത്തെ ഭാഗം റൊട്ടിയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെടിക്ക് മുന്ത് കൊണ്ടത് എന്നുള്ളതാണ് നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം. എന്താണ് ചെടി എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ, പ്ലാന്റ്. മുന്ത് കൊണ്ടതെന്ന് വെച്ചാൽ എന്താ? മുന്ത് കൊണ്ടതെന്ന് വെച്ചാൽ ഗോത്ര വിഭാഗക്കാരുടെ ഭാഷയിൽ പറയുന്നതാണ്. നമുക്കത് മുന്ത് കൊണ്ടതിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. മുത്തം കൊടുത്തു എന്നതാണ് കേട്ടോ. ചെടിക്ക് മുത്തം കൊടുത്തു, ചെടിയെ കിസ് ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന് അവരുടെ ഭാഷയിലാണ് മുന്ത് കൊണ്ടത് എന്ന് പറയുക. അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. നാം ചൊല്ലുന്ന പ്രതിജ്ഞയിലെ ഈ വാക്യം മനസ്സിൽ വെച്ചുകൊണ്ട് കവിത വായിക്കും. അപ്പൊ റൊട്ടി എന്നുള്ളത് ഒരു കവിതയാണ്. ആരെഴുതിയ കവിതയാണ്? കവി മോഹനകൃഷ്ണൻ കാലടി. അദ്ദേഹത്തിന്റെ മഴപ്പൊട്ടൻ എന്നുള്ള കൃതിയിലെ കുറച്ച് ഭാഗമാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പൊ കവിയുടെ പേരെന്താ? മോഹനകൃഷ്ണൻ കാലടി. അപ്പൊ നമുക്ക് റൊട്ടി ആദ്യം ഒന്ന് വായിച്ചു നോക്കാം, കവിത ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമ്മൾ എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വായിക്കാൻ പറയുന്നത്? നമ്മുടെ പ്രതിജ്ഞ അല്ലെ, നമ്മുടെ സ്കൂളിലൊക്കെ എല്ലാവരും അറിയില്ലേ, നമ്മൾ ചൊല്ലുന്നതാണ് പ്രതിജ്ഞ. അപ്പൊ പ്രതിജ്ഞയിലെ വാക്യമാണ്. ഏത് വാക്യമാണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കവിത വായിക്കാൻ പറയുന്നത്. കവിതയുടെ പേരെന്താ? റൊട്ടി. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തെളിച്ചു. അവിടെ ഉണ്ടായ മോഷണങ്ങൾ എല്ലാം അവനിൽ നിന്നു സമ്മതിച്ചു. വിദ്യാലയം വിട്ട ബെല്ലടിച്ചു, വണ്ടികളേറെ കടന്നുപോയി. പോലീസ് വന്നു കയറഴിച്ചു, കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി. പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരിയുറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിന് കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്തുലേശം നനഞ്ഞ റൊട്ടി. എന്താണ് ഈ കവിത നമുക്ക് വായിക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്? ഒരു കുട്ടിയെ റൊട്ടി കട്ടു, അതായത് ആ കുട്ടി വിശന്ന് ഒരു റൊട്ടി എടുത്തപ്പോ അത് മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് ആ കുട്ടി എന്ത് ചെയ്യാണ്? കെട്ടിയിടുകയാണ് അല്ലെ. ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കെട്ടിയിട്ടിട്ട് പോലീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്? അത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, എല്ലാരും കൂടെ കളിയാക്കി. ഇവിടെ എന്താ? ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു. ആ കുട്ടി ഒരു റൊട്ടി എടുത്തതിന് അത് കളവാണെന്ന് പറഞ്ഞ് ആ കുട്ടി എന്ത് ചെയ്യണം? മുതിർന്നവർ ചേർന്നിട്ട് എന്ത് ചെയ്യാണ്? കെട്ടിയിടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു റൊട്ടിയുടെ പേരിൽ കുട്ടി അവിടെ കെട്ടിയിട്ടു. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തെളിച്ചു. അപ്പൊ എന്തിനായിരിക്കും ആ കുട്ടിയെ റൊട്ടി എടുത്തിട്ടുണ്ടാവുക? അത്രയേറെ വിശന്നിട്ടായിരിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റാണ്ടായിരിക്കും ആ കുട്ടിയെ റൊട്ടി എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ കുട്ടിയുടെ വിശപ്പായിരുന്നില്ല അവർ ആരും കണ്ടത്. പകരം എന്താണ് കണ്ടത്? ആ കുട്ടി അത് മോഷ്ടിച്ചു എന്നാണ് എല്ലാരും പറയുന്നത്. എന്നിട്ട് ആ കുട്ടിയോടെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. വന്നവർ മാറി മാറി വേദനിപ്പിച്ചു, വിഷം തെളിച്ചു പറഞ്ഞാൽ എന്താ? വന്നവർ ആ കുട്ടിയെ കളിയാക്കുകയും കുറ്റം പറയുകയും ചെയ്ത് വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആരും തന്നെ കുട്ടിയുടെ വിഷമം അല്ലെങ്കിൽ വിശപ്പ് ആരും തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചതേയില്ല. അവിടെ ഉണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു. അവിടെ ഉണ്ടായ മോഷണങ്ങളെല്ലാം അവന്റെ മേലെ എന്ത് ചെയ്യാണ്? കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം അവനാണ് ചെയ്തതെന്ന് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിദ്യാലയം വിട്ട ബെല്ലടിച്ചു, വണ്ടികൾ ഏറെ കടന്നുപോയി. പോലീസ് വന്നു കയറഴിച്ചു, കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയി. വൈകുന്നേര സമയമാണ്, സ്കൂൾ വിട്ടു, ബെല്ലടിച്ചു, കുറെ വണ്ടികളൊക്കെ കടന്നുപോയി. അപ്പൊ പോലീസുകാർ വന്നു. ആ സമയത്ത് പോലീസ് വന്നു. അപ്പൊ കുട്ടിയെ കെട്ടിയിട്ടിരിക്കുകയാണ് അല്ലെ, നാട്ടുകാർ ചേർന്ന് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ കയറഴിച്ചിട്ട് കയ്യാമം. എന്താ കയ്യാമം എന്ന് വെച്ചാല് ഇങ്ങനെ പോലീസുകാർ വന്നിട്ട് രണ്ട് കയ്യിലും കൂടി ചേർത്തിട്ടിട്ട് കൊണ്ടുപോയില്ലേ, ഇതാണ് ഈ ചങ്ങല. ഇതിനെയാണ് എന്ത് പറയുക? കയ്യാമം എന്ന് പറയുക. അപ്പൊ കയ്യാമം വയ്ക്കാതെ കൊണ്ടുപോയത് വെച്ചാൽ ചെറിയ കുട്ടിയാണ് അല്ലെ. കുട്ടിയുടെ കയ്യിൽ കയ്യാമൊന്നും വെക്കാതെ പോലീസുകാർ എന്ത് ചെയ്യണം? കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരി ഉറക്കം പിടിച്ചിടുമ്പോൾ അപ്പൊ കുട്ടി എന്ത് ചെയ്യാണ്? അടുത്തുള്ള പോലീസുകാരനെ ചാരി ഉറങ്ങുമ്പോഴാണ് എന്ത് നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്ത് ലേശം നനഞ്ഞ റൊട്ടി. അപ്പൊ കുട്ടി മോഷ്ടിച്ചു എന്ന് പറയുന്ന ആ റൊട്ടി എന്ത് ചെയ്തിരിക്കുകയാണ്? കീശയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതിലെ നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്ത് ലേശം നനഞ്ഞ റൊട്ടി. എങ്ങനെയായിരിക്കും കുട്ടി ആ റൊട്ടി നനഞ്ഞിട്ടുണ്ടാവുക? വക്കത്ത് ലേശം എന്ന് വെച്ചാൽ റൊട്ടിയുടെ സൈഡിലായിട്ട് കുറച്ച് നനഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. കുട്ടി അത് കഴിക്കാനായി വായിൽ വെക്കുന്ന സമയത്തായിരിക്കും എന്തായിട്ടുണ്ടാവുക? ആൾക്കാര് ആ കുട്ടിയെ റൊട്ടി കട്ടു എന്ന് പറഞ്ഞിട്ട് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ റൊട്ടി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ആ റൊട്ടിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് ആ റൊട്ടിയുടെ എന്ത് ചെയ്തിട്ടുണ്ടാവുക?
വക്കത്ത് ലേശം നനഞ്ഞിട്ടുണ്ടാവും അല്ലെ. വായിൽ വെച്ച കുട്ടിക്ക് അത് കഴിക്കാൻ സാധിച്ചോ? ഇല്ല. അതിനുള്ളിൽ തന്നെ ആളുകൾ എല്ലാവരും കൂടെ കുട്ടിയെ പിടിച്ച് കെട്ടിയിടുകയാണ് ചെയ്തത് അല്ലെ. ഇത് എഴുതിയിരിക്കുന്നത് ആരാ? കവി മോഹനകൃഷ്ണൻ കാലടി. അപ്പൊ ഇത് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? വിശപ്പിന്റെ വില അല്ലെ. ആ കുട്ടി എത്രത്തോളം വിശന്നിട്ടായിരിക്കും ആ റൊട്ടി എടുത്തിട്ടുണ്ടാവുക. അപ്പൊ മുതിർന്നവർ എന്താ ചെയ്തത്? അത് കുട്ടിയാണെന്ന് പോലും ചിന്തിക്കാതെ അത് കട്ടതാണ്, മോഷ്ടിച്ചതാണ്, എന്തുകൊണ്ട് മോഷ്ടിച്ചു, ആ വിശന്നിട്ടാണെന്ന് ആരും ചിന്തിക്കുന്നില്ല അല്ലെ. കുട്ടിയെ പോലീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. മോഷണങ്ങളെല്ലാം ആ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് പോലീസുകാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. വിശപ്പിന്റെ വിലയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എത്രത്തോളം ആ ഓരോരുത്തരും വിശന്ന് വലഞ്ഞ് കഴിയുന്നുണ്ടെന്ന് നമുക്ക് ഈ പാഠം വായിക്കുമ്പോൾ മനസ്സിലാവും അല്ലെ. നമുക്ക് ആദ്യം ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാ നോക്കാം. താളമിട്ട് കവിത ചൊല്ലു. കവിതയ്ക്ക് താളമിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വന്നവർ മാറി മാറി വേദനിപ്പിച്ച് വിഷം തളിച്ചു എന്നത് കൊണ്ട് എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? എന്തായിരിക്കും വിഷം തളിച്ചു എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മോശം വാക്കുകൾ കൊണ്ട് ഒരാളിന്റെ മനസ്സിനെ തളർത്താൻ കഴിയും. വിശപ്പ് കൊണ്ട് റൊട്ടി മോഷ്ടിച്ചതാണെന്ന് തിരിച്ചറിയാനോ ക്ഷമിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. പകരം കൂടുതൽ വേദനിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഒരു കുട്ടി റൊട്ടി മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടി എടുത്തിട്ടുണ്ടാവുന്ന ആരും തന്നെ ചിന്തിച്ചില്ല. അത്രത്തോളം വിശന്നിട്ടായിരിക്കാം ആ കുട്ടി അത് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ആരും തന്നെ ചിന്തിച്ചില്ല. പകരം എന്താ ചെയ്യുന്നത്? ആ കുട്ടിയോട് ക്ഷമിക്കാനോ വിശന്നിട്ടാണ് ആ കുട്ടി ഇരിക്കുന്നതെന്ന് തിരിച്ചറിയാനൊന്നും ആരും ശ്രമിക്കാതെ പകരം കൂടുതൽ വേദനിപ്പിക്കാനാണ് വന്നവർ എന്ത് ചെയ്തത്? ശ്രമിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ചോദ്യം, നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു വക്കത്ത് ലേശം നനഞ്ഞ റൊട്ടി ഇക്കിളിയാക്കുമോ? എന്താണ് ഇതിന്റെ അർത്ഥം? ഈ വരികളുടെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. കുട്ടി റൊട്ടി കഴിക്കാനായി വായിൽ വച്ചതും മുതിർന്നവർ അവനെ പിടികൂടി. ഉമിനീര് പറ്റിയ ആ റൊട്ടി അവൻ കീശയിലിട്ടു. നനവ് പറ്റിയ റൊട്ടി കഷ്ണം അവന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ ഇക്കിളിയാക്കി എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. റൊട്ടിയുടെ വക്ക് ലേശം നനഞ്ഞത് എങ്ങനെയായിരിക്കും? അതേ ചോദ്യം തന്നെയാണ്. എങ്ങനെയായിരിക്കും റൊട്ടിയുടെ വക്ക് ലേശം നനഞ്ഞത്? വിശന്നിരിക്കുമ്പോൾ കൊതി കൊണ്ട് വായിൽ വെള്ളം നിറയും. റൊട്ടി വായിലേക്ക് വച്ചതും ആളുകൾ അവനെ പിടികൂടി. ഉമിനീര് പറ്റിയാണ് റൊട്ടി നനഞ്ഞത്. തീർച്ചയായിട്ടും ആ കുട്ടി അത്രത്തോളം വിശന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും റൊട്ടി കണ്ടപ്പോൾ കൊതി കൊണ്ട് വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും. റൊട്ടി വായിൽ വെച്ചു. ആളുകൾ അവനെ കഴിക്കാനൊന്നും സമ്മതിച്ചിട്ട് അതിനകം തന്നെ അവൻ എന്ത് ചെയ്യാണ്? കട്ടു എന്ന് പറഞ്ഞിട്ട് പിടികൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. അടുത്തത്, കവിതയിൽ വിവരിച്ച സംഭവം ക്രമമായി എഴുതൂ. ഒരിക്കൽ ഒരു കുട്ടി റൊട്ടി മോഷ്ടിച്ചു. മുതിർന്നവർ അവനെ കെട്ടിയിട്ടു. എല്ലാ മോഷണങ്ങളും അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. വൈകുന്നേരമായി കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയി. പോലീസ് വന്ന് അവനെ കൊണ്ടുപോയി. പോലീസുകാരനെ ചാരിയിരുന്ന് അവൻ ഉറങ്ങി. റൊട്ടിയുടെ നനവ് അവനെ ഇക്കിളിയാക്കി. വിദ്യാലയം വിട്ട് ബെല്ലടിച്ചു. വണ്ടികൾ ഏറെ കടന്നുപോയി. കവിതയിൽ ഈ വരികൾ ഇല്ലെങ്കിലും നടന്ന സംഭവം മനസ്സിലാവുമല്ലോ. എന്തിനാണ് ഇക്കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്? എന്തിനാണ് ഈ വരികൾ, അതായത് ഈ വരികൾ എന്തുകൊണ്ടാണ് ഇത്തരം നമ്മൾ വിദ്യാലയം വിട്ട് ബെല്ലടിച്ചു വണ്ടികളേറെ കടന്നുപോയി എന്നതുകൊണ്ട് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തണമെന്ന ഉത്കണ്ഠ ഏത് കുട്ടിക്കും ഉണ്ടാവും. എല്ലാ കുട്ടികളും പോയിട്ടും വീട്ടിലെത്താത്ത കുട്ടിയെയും കാത്ത് അമ്മ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഇരിക്കുന്നുണ്ടാവും അല്ലെ. ഇതെല്ലാം മനസ്സിലാക്കാനാണ് ഈ വരികൾ നൽകിയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ ആ മോഷ്ടിച്ചെന്ന് പറയുന്ന കുട്ടിയെയും കാത്ത് ഇവിടെ ഇതെല്ലാം എന്നാണ് കേട്ടോ. ഇതെല്ലാം മോഷ്ടിച്ചെന്ന് പറയുന്ന കുട്ടിയെയും കാത്തും അവന്റെ വീട്ടിലും അവനെ കാത്ത് അമ്മയും അച്ഛനും ഇരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കവിതയ്ക്ക് ചേരുന്ന ചിത്രം വരച്ചു പേരിടൂ. ചിത്രങ്ങൾ പരസ്പരം കൈമാറി കൂട്ടുകാരുടെ ചിത്രങ്ങളെ പറ്റി അഭിപ്രായങ്ങൾ പറയൂ. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കൂ. അപ്പൊ ഈ കവിതയ്ക്ക് ചേരുന്ന ചിത്രം വരച്ച് പേരിടാനാണ് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് പേജിൽ കാണുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക? കവിതയ്ക്ക് അനുയോജ്യമായ ചിത്രം വരച്ച് പേരിടുക. അത് ടീച്ചർ ഒരു ചിത്രം കാണിച്ചല്ലോ, ഇത് കണ്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത് ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലാസ്സിൽ ഒരു ചിത്രം കാണിച്ചു തരും. ആ ചിത്രത്തെ കുറിച്ച് ആ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഈ കവിതയിലെ കുട്ടിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ അവനോട് നടത്താനുള്ള സംഭാഷണം എഴുതൂ. അതായത് കവിതയിലെ ആ റൊട്ടി മോഷ്ടിച്ചെന്ന് പറയുന്ന ആ കുട്ടിയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പൊ ആ കുട്ടിയോട് നമ്മൾ എന്തൊക്കെയായിരിക്കും സംസാരിക്കുക? അവനും നിങ്ങളും തമ്മിലുള്ള, അല്ലെങ്കിൽ അവനുമായുള്ള സംഭാഷണമാണ് എഴുതേണ്ടത്. അതായത് നമ്മൾ എന്ത് പറയും ആദ്യം? നിനക്ക് എന്താണ് സംഭവിച്ചത്? എനിക്ക് വളരെ വിഷമം തോന്നി. കുട്ടി: ഞാനും നന്നായി വിഷമിച്ചു. ഞാൻ: വിശന്നിട്ടാണോ റൊട്ടി മോഷ്ടിച്ചത്? തീർച്ചയായിട്ടും ആണ് അല്ലെ. എന്റെ വീട്ടിലെ പട്ടിണിയും വിശപ്പും കാരണമാണ് ഞാൻ കളവ് ചെയ്തത്. ഞാൻ: അന്ന് നിന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ സഹായിച്ചേനെ. കുട്ടി: എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമാണ്. നീ എന്നെ മനസ്സിലാക്കിയല്ലോ, വളരെ സന്തോഷം. അല്ലെ. കുട്ടിയും
കുട്ടിയെ നമ്മൾ നേരിൽ കാണുകയാണെങ്കിൽ കുട്ടിയോടുള്ള സംഭാഷണമാണ്, എന്തൊക്കെയായിരിക്കും സംസാരിക്കുന്നതാണ് സംഭാഷണ രൂപത്തിൽ എഴുതാൻ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ റൊട്ടി എന്നുള്ള പാഠഭാഗമാണ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായോ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.